ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിലും ക്യാപ്ഷനും ഒക്കെ കണ്ട പോലെ തന്നെ ലാബ് എക്സാമിനെ കുറിച്ചിട്ട് പറയുന്നത് ബയോളജി പ്രാക്ടിക്കൽ എക്സാമിനെ കുറിച്ചിട്ട്. അപ്പോൾ ഞങ്ങളുടെ മോഡൽ എക്സാം ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇതിൻ്റെ ഒക്കെ പ്രാക്ടിക്കൽ മോഡൽ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ എക്സാം പബ്ലിഷ് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബയോളജി പ്രാക്ടിക്കലിനെ കുറിച്ച് പറയാൻ. പിന്നെ ഒരുപാട് ഡൗട്ടും കാര്യങ്ങളും അയാൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമൻറ്റിലായിട്ട് അറിയിക്കുക. അതിന് റിപ്ലൈ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബയോളജി പ്രാക്ടിക്കൽ ലാബിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ. ബയോളജി പ്രാക്ടിക്കൽ ലാബിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആദ്യം ഞങ്ങൾക്ക് ബോട്ടണി ആയിട്ടോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബോട്ടണിനെ കുറിച്ച് പറയാനാണെങ്കിൽ മിസ് ഒരു PDF വിട്ടിട്ടുണ്ടായിരുന്നു. ഒരു 6-7 പേജുള്ള ഒരു PDF ആയിരുന്നു. അതിൽ ബയോളജി പ്രാക്ടിക്കലിൽ എന്തൊക്കെയാണോ പഠിക്കേണ്ടത്, ബോട്ടണിയിൽ എന്തൊക്കെയാണോ പഠിക്കേണ്ടത് ആ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഫിഗർ, മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പിക്ചേഴ്സ്, അതുപോലെ തന്നെ നമുക്ക് പ്രാക്ടിക്കലിന് വേണ്ടി പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പഠിച്ചു പോയ ഒരാൾക്ക് അടിപൊളിയായിട്ട് എഴുതാം. നല്ല എളുപ്പം ഉണ്ടായിരുന്നു, കാരണം പഠിച്ചത് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ സുവോളജിനെ കുറിച്ച് പറയാനാണെങ്കിൽ സുവോളജി ഞങ്ങൾക്ക് ഇതുപോലെ മിസ് ഒരു 66 പേജിലും പിക്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഹൈഡ്ര ഉണ്ടാവും, ഹൈഡ്രേൻ്റെ ഇതുണ്ടാവും, എക്കണോമിക് അല്ല, അതിൻ്റെ ക്യാരക്ടറിക്സും ഐഡന്റിഫിക്കേഷനും എങ്ങനെയാണ്, പ്രസന്റ് ടെൻഡക്കിൾസ് ഉണ്ടാവും. പിന്നീട് ലിവർ ഫ്ലൂക്കിനെ കുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അത് ഐഡന്റിഫിക്കേഷൻ എങ്ങനെയാണ്, ഐഡന്റിഫിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ പ്രസന്റ് സക്കേഴ്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാ വെർട്ടിബ്രേറ്റ്സ് ആനിമൽസിൻ്റെയും അതുപോലെ തന്നെ ഇൻവേർട്ടിബിൾസ് ആനിമൽസിൻ്റെയും നെയിമും അതിൻ്റെ ഐഡന്റിഫിക്കേഷനും ക്യാരക്ടറിക്സും എക്കണോമിക് ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു PDF വിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ആ PDF പഠിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതിൽ എന്തൊക്കെയാണോ സുവോളജിയിൽ പഠിക്കാനുണ്ടായിരുന്നത്, +1 +2 അപ്പോൾ അത് പഠിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ എക്സ്പെരിമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഒക്കെ ആ PDF ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പഠിച്ചു പോയി, എക്സാമിന് പഠിച്ചു പോയി. അതുകൊണ്ട് നമ്മൾ കയറുമ്പോൾ മിസ്സ് റെക്കോർഡൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടാവും നമ്മളെ കയറ്റുന്നുണ്ടാവുക. നമ്മുടെ സ്ഥാനത്ത്, റോൾ നമ്പറിൻ്റെ സ്ഥാനത്ത് നമ്മൾ പോയി അവിടെ നിൽക്കണം. അപ്പോൾ മിസ്സ് ഒരു പേപ്പർ വരും, പ്ലെയിൻ പേപ്പർ വരും. അപ്പോൾ അതിൽ നമ്മൾ പേരും രജിസ്റ്റർ നമ്പറും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കണം. മോഡൽ ആയതുകൊണ്ടാവട്ടെ പേരൊക്കെ എഴുതാണ്ടാവുക. പക്ഷെ പബ്ലിക് ആകുമ്പോൾ പേര് എഴുതാണ്ടാവും എന്ന് എനിക്കറിയില്ല, രജിസ്റ്റർ നമ്പർ ആവും മേ ബി. പിന്നെ മിസ്സ് അവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും നമ്പർ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ പഠിച്ച് വെച്ചിട്ട് അതെന്താണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ പേര് എഴുതണം. എന്നിട്ട് അതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ അഡാപ്റ്റേഷനോ കാര്യങ്ങളൊക്കെ മിസ്സ് എഴുതാൻ പറയൂ കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ എഴുതി കൊടുക്കുക. പിന്നെ എന്താണ്, അതിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ടാവും. സാമ്പിൾ Aയും സാമ്പിൾ Bയും, അതിലേതാണോ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഏതാണോ സ്റ്റാർച്ച് അല്ലെങ്കിൽ ഏതാണോ പ്രോട്ടീന്, അതൊക്കെ നിങ്ങൾ എഴുതി കൊടുക്കണം. നമുക്ക് ആ ഒരു PDF പഠിച്ചു പോയാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ അവിടെ പോയാൽ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെയാണ്, അതുതന്നെയാണ് എല്ലതും. പിന്നെ വരച്ചു കൊടുക്കാനുണ്ടാവും. ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് വിസറൽ ഓഫ് ഫ്രോഗാണ്, ഫ്രോഗിൻ്റെയാണ്. ഞങ്ങളുടെ മുന്നത്തെ ബാച്ചിലുള്ളവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് കോക്രോച്ചിൻ്റെ വരയ്ക്കാനായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആ ഒരു PDF പഠിച്ചു പോയതുകൊണ്ട് തന്നെ നല്ല എളുപ്പമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നല്ല എളുപ്പമാണ് എക്സാം. നമ്മൾ കുറേ കാര്യങ്ങളൊന്നും പഠിക്കാനില്ല പ്രാക്ടിക്കൽ ലാബിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ PDF കാര്യങ്ങൾ മാത്രം ഒന്ന് പഠിച്ചു പോയി എക്സാം അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ നല്ല എളുപ്പമുണ്ടായിരുന്നു കാര്യങ്ങൾ. നിങ്ങൾക്കും നിങ്ങളെ സ്കൂളിൽ നിന്നും ആ PDF കാര്യങ്ങളും തന്നിട്ടുണ്ടാവും പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ. അത് വെച്ചിട്ട് പഠിച്ചാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ടുണ്ടാവും അവിടെ നിന്ന്. ഞങ്ങൾക്ക് മോഡൽ എക്സാമിന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ചീക്ക് സെൽ ഉണ്ടല്ലോ, അത് മൈക്രോസ്കോപ്പിലൊക്കെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ, കറക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ നല്ല വൃത്തിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളത് ചെയ്തിട്ട് മൈക്രോസ്കോപ്പിൽ വെക്കുമ്പോൾ ആ ഒരു സെല്ലുണ്ടല്ലോ, ചീക്ക് സെല്ലിൻ്റെ സെല്ലുണ്ടല്ലോ, അത് നമ്മളും കാണണം. അതുപോലെ തന്നെ നമ്മളത് മിസ്മാർക്കും കാണിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം മിസ്സ് ഓക്കെ അത് ടിക്ക് ഇടും കേട്ടോ. അങ്ങനെയാണ് ഇതുണ്ടാവുക, എക്സ്പെരിമെൻ്റ് ഉണ്ടാവുക. അത് ബ്ലഡിൻ്റെ ഉണ്ടാവും. എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ചീക്ക് സെല്ലിൻ്റെ ആയിരുന്നു കേട്ടോ. നല്ല എളുപ്പമുള്ളതാണ്. നിങ്ങൾ കറക്റ്റ് റീജൻറ്റും കാര്യങ്ങളൊക്കെ, ഇനി വൈവ നിങ്ങളോട് ചിലപ്പോൾ റീജൻറ്റും കാര്യങ്ങളൊക്കെയും ചോദിക്കുക, അതിലേക്ക് എന്താണ് ഇട്ടിക്കേണ്ടത് എന്നുള്ളതൊക്കെ കേട്ടോ. അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാൻ ഇത്ര തന്നെ ഉള്ളൂ. നല്ല എളുപ്പമുണ്ടായിരുന്നു. ജസ്റ്റ് നമ്മൾ +1 പഠിച്ച കാര്യങ്ങളാണ്. ഹൈഡ്രേനെ കുറിച്ചാണ്, ലിവർ ഫ്ലൂക്കിനെ കുറിച്ചായാലൊക്കെ നമ്മൾ +1 ഓൾറെഡി പഠിച്ച കാര്യങ്ങളായിരിക്കും. അത് നമ്മൾ ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് അത് അവിടെ പോയിട്ട് നമ്മൾ പഠിച്ചത് അവിടെ അപ്ലൈ ചെയ്യുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ബയോളജി പ്രാക്ടിക്കൽ ലാബിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ അവിടെ നിന്ന് ഓരോ മെയിനായിട്ട് നമ്മൾ നോക്കണത് മൈക്രോസ്കോപ്പിൽ വെച്ചിട്ടുള്ള ഐറ്റംസ് ആട്ടോ. അപ്പോൾ അത് ഒരിക്കലും മാറിപ്പോയി ചിലപ്പോൾ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ എനിക്ക് ചെറുതായി കൺഫ്യൂഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല രീതിയിൽ നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ആ ഫിഗറും കാര്യങ്ങളൊക്കെ കേട്ടോ, മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ളത് അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പോൾ ഇത്രയുള്ള ഇതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ വിടിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിനൊക്കെ മസ്റ്റായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ടും കാര്യങ്ങളൊക്കെ കമൻറ്റ് ഇടുക. പിന്നെ ഞങ്ങളുടെ മോഡൽ ഫിസിക്സ് പ്രാക്ടിക്കൽ എക്സാം, അതുപോലെ തന്നെ കെമിസ്ട്രി, ബയോളജി, മാത്സും ഒക്കെ കഴിഞ്ഞു, എല്ലാതും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ബയോളജിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി വേറെ ഏതെങ്കിലും സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ഇടുക കേട്ടോ. മസ്റ്റായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു കണ്ടന്റുമായി ഇനിയും നമുക്ക് കാണാം. അതുവരെയും ദിസ് ഈസ് അഭിനന്ദ് സൈനിങ് ഔട്ട്. ബൈ.